എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഇപ്പോൾ ദുബായിലും നാട്ടിലും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കാണ് കേട്ടോ. അളവുകളെല്ലാം കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ് കേട്ടോ ഇത്. ഈ ഒരു ന്യൂ ഇയറിനോ ക്രിസ്മസിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു കേക്ക് വീട്ടിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലൊരു 4 കോഴിമുട്ടയാണ് കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ട് അതിന്റെ ഒരു തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു 4 മുട്ടയും ഇതുപോലെ നമ്മളൊന്ന് പൊട്ടിച്ചൂറ്റുക. ഓരോ മുട്ടയായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൂറ്റിയതിന് ശേഷം അതിന്റെ ഒരു മഞ്ഞക്കരു ഇല്ലേ, ആ ഒരു മഞ്ഞക്കരു ഇതുപോലെ നമ്മളെടുത്ത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ. ഈ ഒരു വെള്ളയും മഞ്ഞക്കരും നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ആ ഒരു 4 മുട്ടയുടെ മഞ്ഞക്കരു ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ഇത് കണ്ടില്ലേ, മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരും ഇതുപോലെ 2 പാത്രത്തിലായിട്ട് ഞാനൊന്ന് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു അരിപ്പയിലേക്ക് ഞാൻ അരക്കപ്പ് നിറയെ കുത്തി ഞാനങ്ങ് മൈദ എടുത്തിട്ടില്ല. കറക്റ്റ് 60 ഗ്രാം അളവിൽ മൈദയാണ് കേട്ടോ ഇത്. അരക്കപ്പ്, അതായത് 60 ഗ്രാം മൈദ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ്, അതായത് 20 ഗ്രാം കോൺഫ്ലോറേ ഉള്ളൂ. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പൊടിയും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. കറക്റ്റ് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ആ ഒരു പഞ്ചസാര അത്യാവശ്യം നലിഞ്ഞിങ്ങനെ വരുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു പഞ്ചസാരയും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പാലാണ്. പാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് അതിന്റെ തണുപ്പൊക്കെ നന്നായി പോയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് നമുക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ ഒരു പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാൻ കാര്യം, ഇപ്പൊ ദുബായിൽ വൈറലായിട്ടുള്ള മരിയപ്പാസ് ബേക്കറിയിലെ ഒരു ചീസ് കേക്ക് ഞാൻ വാങ്ങി കഴിച്ചതാണ് കേട്ടോ. അപ്പൊ അവരുടെ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ പൈനാപ്പിൾ ജ്യൂസ് എന്ന് കണ്ടു. അപ്പൊ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അപ്പൊ ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ എടുത്ത ഈ ഒരു പാത്രം കുറച്ച് ചെറുതാണ്, അപ്പൊ ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിച്ച് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു പൊടികളില്ലേ, അതൊരു 3 തവണയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊട്ടും കട്ടകളൊന്നും വരാത്ത രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു 3 തവണയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. കറക്റ്റ് ആ ഒരു പരുവം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ കറക്റ്റ് ആ ഒരു പരുവത്തിന് വേണം ആ ഒരു മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതുപോലെ അത്യാവശ്യം ഒന്ന് പതിഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു നാരങ്ങാനീരിന് പകരം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ക്രീം ഓഫ് ടാർട്ടാർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര ഇതിലേക്ക് മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട, ഒരു 3 തവണയായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുള്ളൂ ഇത്. അപ്പൊ ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. മുട്ടയുടെ വെള്ളം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ആ ഒരു കറക്റ്റ് പരുവത്തിന് നമ്മൾ ഇത് ബീറ്റ് ചെയ്തിട്ട് എടുത്താലേ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പൊ ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ഒരു കേക്ക് നല്ല പഞ്ഞി പോലെ നമുക്ക് കിട്ടത്തുള്ളൂ. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് നല്ല പഞ്ഞി പോലെ കിട്ടണമെങ്കിൽ മുട്ടയുടെ വെള്ളം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഒരു പഞ്ചസാര മുഴുവനായിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ ഞാനിത് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു കറക്റ്റ് പരുവായെന്ന് നമ്മൾ അറിയുന്നത് ഒരു പാത്രം ഇങ്ങനെ കമത്തി നോക്കിയാലും അതിങ്ങനെ വെളിയിലേക്ക് ഒഴുകിയൊന്നും വരില്ല. കറക്റ്റ് അങ്ങനെ തന്നെ അവിടെ അങ്ങ് നിന്നോളൂ കേട്ടോ. അതാണ് ഈ ഒരു മുട്ടയുടെ വെള്ളം നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു കറക്റ്റ് ഒരു പരുവം.
അപ്പോൾ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് മുട്ടയുടെ വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും പതിയെ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പം ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂടി പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തൊന്നും എടുക്കരുത്. വളരെ പതിയെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്താൽ മാത്രമേ, പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ പതിയെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പതിയെ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്കിന്റെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള കേക്ക് ടീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള ഒരു കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വേണമെങ്കിൽ മാത്രം നമുക്ക് വളരെ കുറച്ച് മാത്രം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്നും കൂടി പോകരുത്. നമ്മൾ അതായത് സൈഡിലേക്ക് തേച്ച് കൊടുക്കുന്നതാണെങ്കിലും. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് ഒരു കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെയല്ല. ഇതുപോലൊരു വലിയൊരു പാത്രത്തിലേക്ക് ഞാനൊരു കേക്ക് ടിൻ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം 1 ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേക്ക് കുറച്ചും കൂടി നല്ല പൊങ്ങി നല്ല സ്പോഞ്ച് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ നല്ല ചൂട് വെള്ളം 1 ഇഞ്ച് വലിപ്പത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 155 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഓവനിലേക്ക് 155 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏറ്റവും താഴത്തെ റാക്കിലാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. 155 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ കറക്റ്റ് 90 മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ എനിക്ക് ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ ബേക്ക് ആക്കി കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ എടുക്കുന്ന ഓവന്റെ ഒരു വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ കുറച്ചൊരു സമയത്തിൽ വ്യത്യാസം വന്നെന്നിരിക്കാം. അപ്പൊ അത് നമ്മൾ നോക്കുക. എനിക്കിപ്പോ ഇവിടെ കറക്റ്റ് ഇത് 90 മിനിറ്റ് ആയപ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തേക്ക് അങ്ങ് എടുക്കുകയാണ്. അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് വെളിയിലേക്ക് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ്ട് ഈ ഒരു കേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു കോട്ടൺ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു കേക്കിന്റെ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മുകൾ ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു കേക്ക് ഇതുപോലെ രണ്ടായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാൻ ഈ ഒരു കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ഗ്രാം അളവിൽ ഉപ്പില്ലാത്ത ബട്ടർ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടർ നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 100 ഗ്രാം അളവിൽ ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രഷ് ക്രീം ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തത്. അത്രയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ഞാൻ മിച്ചം വെച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1/2 കപ്പിനും ഒരു 3/4 കപ്പിനും ഇടയ്ക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം കുറച്ച് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമുക്ക് നന്നായിട്ട് ഒരു ക്രീം റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഇതുണ്ട്, നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള നമ്മുടെ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് ഒന്നും ഇതിലില്ല. ഡയറക്റ്റ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഒരു ക്രീം തേച്ച് കൊടുക്കാൻ നന്നായിട്ട്. അതിനുശേഷം ഇതിന്റെ മെയിൻ താരമായിട്ടുള്ള ഈ ഒരു ചീസ് സ്പ്രെഡ് ആണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കറക്റ്റ് നമ്മൾ ഒരു മരിയ പാസ് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ചീസ് കേക്കിന് കറക്റ്റ് ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ഈദൻ ബ്രാൻഡ് ചീസ് സ്പ്രെഡ് തന്നെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ദുബായിലൊക്കെ ആണെങ്കിൽ നെസ്റ്റോയിലൊക്കെ നമുക്കിത് കിട്ടുന്നതാണ്. എനിക്കിപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ബുർജുനാറിലുള്ള ഒരു നെസ്റ്റോയിന്നാണ് കേട്ടോ. അപ്പൊ ഇത് തന്നെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങാം. കറക്റ്റ് ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ കേക്കും കൂടി വെച്ചിട്ട് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പൊ ഈ ചീസും ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കും സൈഡിലേക്കും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ആ ഒരു ചീസ് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1-2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം, നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, ഫ്രിഡ്ജിൽ ഒരുപാട് കൂളിംഗ് ഒന്നും കൂട്ടി ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് ബട്ടറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ക്രീമിൽ
അങ്ങ് കട്ടിയായി പോവും. ലോയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അഥവാ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ക്രീം നിങ്ങൾക്ക് കട്ടിയായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ക്രീം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു വൈറൽ ചീസ് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ വൈറൽ ആയിട്ടുള്ള ഒരു ചീസ് കേക്ക് ഞാൻ വാങ്ങി കഴിച്ചതാണ് കേട്ടോ. ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിവിടെ ഈ ഉണ്ടാക്കിയപ്പോഴും കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇപ്പം നമുക്ക് ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.